ഡിസംബറിൽ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഹൈക്കോടതി സുപ്രീം കോടതി അഭിഭാഷകനും പൊളിറ്റിക്കൽ സൈക്കോളജിസ്റ്റുമായ അഡ്വക്കേറ്റ് അവനീഷ് കോയിക്കരയുമായി നടത്തിയ ചർച്ച. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സർവേ പ്രകാരം ആര് ഭരിക്കും? ഡിസംബറിൽ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ കോർപ്പറേഷനുകളും നഗരസഭകളും UDF ഭരിക്കും. കേരളത്തിലെ 6 കോർപ്പറേഷനുകളിൽ 4 കോർപ്പറേഷനുകളും 87 നഗരസഭകളിൽ 55 നഗരസഭകളും UDF മേൽക്കൈ നേടും. കൃത്യമായ ഒരു സർവേ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത് 3 സർവേകൾ കേരളത്തിൽ നടന്നതിൽ ഒരു സർവേ നമ്മളാണ് നോക്കിയത്. ആ സർവേയുടെ റിപ്പോർട്ട് പ്രകാരമാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. കേരളത്തിലെ ജനമനസ്സ് UDFനൊപ്പം സഞ്ചരിക്കുന്നു എന്നാണ് അത് മനസ്സിലാക്കാൻ സാധിക്കുക. പൊളിറ്റിക്കൽ സൈക്കോളജിസ്റ്റ് എന്ന അങ്ങയുടെ സേവനം എന്താണ്? പൊളിറ്റിക്കൽ സൈക്കോളജിസ്റ്റ് എന്ന സേവനം എന്ന് പറയുന്നത് നമ്മൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവർക്ക് കൊടുക്കുന്ന ട്രെയിനിങ്ങും അവർക്ക് കൊടുക്കുന്ന മെന്ററിങ്ങുമാണ്. ട്രെയിനിങ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ മാസ്റ്ററി എന്ന പേരിൽ വോട്ടേഴ്സ് റൈറ്റ് ഫൗണ്ടേഷന് വേണ്ടിയാണ് പ്രധാനമായിട്ടും ട്രെയിനിങ് കൊടുത്തു വരുന്നത്. തികച്ചും സൗജന്യമാണ്. ഇതുവരെ 2300ഓളം പേർ ഈ ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുത്തു കഴിഞ്ഞു. സൂം പ്ലാറ്റ്ഫോമിലൂടെയാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. തികച്ചും സൗജന്യമായിട്ടാണ് ട്രെയിനിങ് കൊടുക്കുക. നല്ല ജനപ്രതിനിധികൾ ഉണ്ടാകുക എന്നാണ് ഇതിന്റെ ലക്ഷ്യം. കൂടാതെ ആവശ്യമായ ആളുകൾക്ക് ഓഫീസിൽ നേരിട്ട് വന്ന് അവർക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിച്ചു പോകാനുള്ള സൗകര്യവും കൊടുത്തിട്ടുണ്ട്. 2030 15,000-ലധികം ജനപ്രതിനിധികൾ നമ്മുടെ ട്രെയിനിങ്ങിലൂടെ വരുന്നത് ഉണ്ടാകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. എങ്ങനെയാണ് ഈ മേഖലയിലേക്ക് കടന്നു പോകുന്നത്? ഞാൻ ബേസിക് ആയിട്ട് ഒരു KSU പ്രവർത്തകനായിരുന്നു. കോൺഗ്രസിന്റെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരാളായിരുന്നു. അതിനുശേഷം പിന്നീട് വക്കീലായതിനു ശേഷം മുഴുവൻ സമയ ജോലിയിലേക്ക് മാറുകയും എന്നാൽ 2019 ശ്രീ ശശി തരൂർ അദ്ദേഹം കേരളത്തിലെ വാട്സപ്പ് ക്യാമ്പയിൻ നയിക്കാൻ വേണ്ടി എന്നെ ക്ഷണിക്കുകയും ചെയ്തു. അങ്ങനെ ഉണ്ടായ ബന്ധങ്ങൾ രാഷ്ട്രീയപരമായ മാർഗനിർദ്ദേശങ്ങൾ ചോദിച്ച ആളുകൾ വരാൻ തുടങ്ങി. അതിനുശേഷം ഈ പൊളിറ്റിക്കൽ ട്രെയിനിങ്ങുകൾ ആരംഭിച്ചു. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളും ഇപ്പോൾ ഈ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. വിദ്യാഭ്യാസ യോഗ്യതകൾ എന്തെല്ലാമാണ്? ഞാൻ ബേസിക്കായിട്ട് LLB ആണ്. LLB കഴിഞ്ഞ ശേഷം MBA, അതിനുശേഷം MSc അപ്ലൈഡ് സൈക്കോളജി, MA ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞു. ഇപ്പോൾ ശ്രീധർ യൂണിവേഴ്സിറ്റി PhD വർക്ക് പ്ലേസ് സ്പിരിച്വാലിറ്റി, അതായത് തൊഴിലുടെ ആത്മീയതയിൽ PhD ചെയ്യുന്നു. സ്വന്തം നാട് അങ്കമാലിയാണല്ലോ. അതെ. അവിടെ നഗരസഭയുടെ സർവേ ഫലം എങ്ങനെയാണ്? കേരളത്തിലെ നഗരസഭകൾക്ക് തുല്യമായി തന്നെ അങ്കമാലിയിലെ നഗരസഭയും UDF ഭരിക്കും. 17 മുതൽ 21 വരെ സീറ്റുകളാണ് UDFന് കിട്ടാൻ സാധ്യതയുള്ളത്. അങ്ങയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കാൻ പോകുന്ന പരിശീലന പരിപാടികളൊന്ന് വിശദീകരിക്കണം. നമ്മൾ സ്ഥാനാർത്ഥികൾക്ക് കൊടുത്ത ഒരു ട്രെയിനിങ് എന്ന് പറയുന്നത് 2019 മുതൽ കൊടുത്തു വരുന്നതാണ് ട്രെയിനിങ്. ആ ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു സ്ഥാനാർത്ഥിയായിട്ട് എങ്ങനെ രംഗപ്രവേശനം ചെയ്യണം, അത് ജനങ്ങളുടെ മനസ്സിലിണങ്ങുന്ന സ്ഥാനാർത്ഥിയായിട്ട് എങ്ങനെ മാറാൻ പറ്റുന്നത്, എങ്ങനെയാണ് ജനങ്ങളുടെ മനസ്സ് വായിക്കാൻ പറ്റുന്നത്, അവരെ എങ്ങനെയാണ് നമ്മൾ വോട്ടാക്കി മാറ്റാൻ പറ്റുന്നത്, നമുക്ക് വോട്ട് ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് എങ്ങനെയാണ് മറ്റുള്ള വോട്ടർമാരെയും കൂടി നമുക്ക് അനുകൂലമായി മാറ്റാൻ പറ്റുന്നത്, ഇത്തരം രീതിയിൽ നമ്മളെങ്ങനെ ബോഡി ലാംഗ്വേജ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, അവരോട് എങ്ങനെ സംസാരിക്കേണ്ടത്, ഇതൊക്കെയാണ് ഇത് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മളൊരു സ്ഥാനാർത്ഥി വോട്ടർമാരെ കാണാൻ ചെല്ലുമ്പോൾ അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് ആ വോട്ടർ നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടോ എന്ന് നമ്മൾ തിരിച്ചറിയാനുള്ള കുറെ ടെക്നിക്സ് ഉണ്ട്. ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക ചെയ്യണേ. പിന്നെ ആ വോട്ട് ചെയ്യാൻ സാധിക്കുന്ന സ്ഥാനാർത്ഥിയാണ് വോട്ട് ഉറപ്പിക്കാനും, അല്ലെങ്കിൽ എങ്ങനെയാണോ ആ വോട്ടറിന്റെ വോട്ട് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് മാറാൻ പറ്റുന്നത്, എങ്ങനെയാണ് നമുക്ക് പ്രസംഗം എങ്ങനെയാണ് നടത്തേണ്ടത്, എങ്ങനെയാണ് ഒരു വസ്ത്രധാരണം ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു എന്താ പറയുക നമ്മുടെ ഒരു പ്രകടന പത്രിക തയ്യാറാക്കേണ്ടത്, എങ്ങനെയാണ് നമ്മളുടെ പോസ്റ്റേഴ്സ് ഡിസൈൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് വോട്ടിംഗ് സമയത്തേക്ക് ആൾക്കാരെ ആകർഷിക്കേണ്ടത്, വോട്ട് ചെയ്യിക്കാൻ എങ്ങനെ ഉറപ്പിക്കാൻ പറ്റുന്നത്, ആ വോട്ട് നമുക്കാക്കാൻ എങ്ങനെ സാധിക്കുന്നത്, ഇതുമായി ബന്ധപ്പെട്ട ട്രെയിനിങ്ങുകളൊക്കെയാണ് അതിനകത്ത് കൊടുത്തു വരുന്നത്. അതിനുള്ള ഫൈൻ ട്യൂണിംഗ് ആണ് മെന്ററിങ്ങിലൂടെയും കൊടുത്തു വരുന്നത്.